ചിയാ സീഡ്സും ഫ്ലാക്സ് സീഡ്സും ഒക്കെ വെയിറ്റ് കുറയ്ക്കുമെന്നാണോ നിങ്ങളുടെ വിചാരം? അത് തെറ്റായ ഒരു ധാരണ കേട്ടോ. ഒരിക്കലും ചിയാ സീഡ്സും ഫ്ലാക്സ് സീഡ്സും ഒന്നും വെയിറ്റ് കുറയ്ക്കാൻ പോകുന്നില്ല. ഇതിൻ്റെയൊക്കെ ഒരു ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശപ്പിനെ സപ്രസ് ചെയ്യുന്നു. ഇപ്പോൾ മോഞ്ചാരോ ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്. മോഞ്ചാരോയുടെ ആക്ഷൻ എന്താ? അത് ഡയറക്റ്റ് വെയിലൊന്നും വെയിറ്റ് കുറയ്ക്കത്തില്ല. മോഞ്ചാരോയും വിശപ്പിനെ സപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ ഫുഡ് കഴിക്കാനായിട്ട് പറ്റത്തില്ല. ആ ഒരു ആക്ഷൻ തന്നെയാണ് ഈ ചിയാ സീഡിനൊക്കെ ഉള്ളത്. അതായത് ഈ ചിയാ സീഡ്സ് എന്ന് പറയുന്നത് ചെറിയൊരു ഗ്രാനുകൾ പോലാണല്ലോ, ഇത് സീഡാണല്ലോ. ഇത് വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ ഇത് വല്ലാണ്ടങ്ങ് വീർക്കും. അങ്ങനെ ചിയാ സീഡ് നമ്മുടെ ബോഡിയിൽ എത്തുമ്പോൾ വയറിലെ ഗ്യാസ്ട്രിക് ജ്യൂസുമായിട്ട് ചേർന്നിട്ട് വല്ലാണ്ടങ്ങ് വീർക്കും. വീർത്തിട്ട് വയറിൻ്റെ കുറച്ച് ഭാഗമൊക്കെ ഫില്ലാക്കും. അപ്പോൾ കൂടുതൽ ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റില്ല. അങ്ങനെ ഫുഡ് ഇൻടേക്ക് കുറയ്ക്കും. അങ്ങനെ ഇൻഡയറക്റ്റ് വെയിലാണ് ഇത് വെയിറ്റ് കുറയ്ക്കുന്നത്, അല്ലാതെ ഡയറക്റ്റ് വെയിലൊന്നും അല്ല. ഫ്ലാക്സ് സീഡ്സും പലരും വെയിറ്റ് കുറയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഫ്ലാക്സ് സീഡ്സ് കഴിച്ചാലൊന്നും ഒരിക്കലും വെയിറ്റ് കുറയുന്നില്ല. ഹോർമോൺസിൻ്റെ ഇംബാലൻസ് മാറാൻ മെയിൻലി ലേഡീസിന് ഫ്ലാക്സ് സീഡ്സ് നല്ലതാണെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഡയറക്റ്റ് വെയിൽ ഇതൊന്നും വെയിറ്റ് കുറയ്ക്കുന്നില്ല കേട്ടോ. വെയിറ്റ് കുറയ്ക്കുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇതൊന്നും യൂസ് ചെയ്യേണ്ട. പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് എടുക്കാം, അതുപോലെ തന്നെ വർക്കൗട്ട്. ഇത് രണ്ടും മാത്രമേ നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് സഹായിക്കുള്ളൂ. പിന്നെ അഡീഷണൽ ആയിട്ട് നമുക്ക് വിശപ്പ് സപ്രസ് ചെയ്യാനും ഒരുപാട് ഫുഡ് ക്രാവിങ്സ് ഒഴിവാക്കാനും ഒക്കെ ഇതുപോലുള്ള സീഡ്സ് ഒക്കെ നല്ലതാണ്. പിന്നെ ഇതിൽ ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ട്, അയണും കാൽഷ്യം ഒക്കെ ഉണ്ട്. അങ്ങനെ വെച്ചിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.